ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ആ ഒരു പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ പോലെ ടെക്സ്റ്റൊക്കെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ളൊരു ക്ലിപ്പ് ഇതിൽ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പ് രണ്ടെണ്ണം ആക്കുക, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് രണ്ടെണ്ണം ആക്കുക. ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഓവർലേയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുള്ള ക്ലിപ്പ് ഓവർലേ ആയിട്ട് ആഡ് ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇതേപോലെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊരു ടെക്സ്റ്റാണോ വേണ്ടത് ആ ഒരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബീച്ച് വൈബ്സ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ടെക്സ്റ്റ് ആക്കിയിട്ട് അവിടെ ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നോർമൽ ഫോണ്ടിൽ നിന്ന് ജസ്റ്റ് ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫോണ്ട് അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഒരു ഫോണ്ട് ഇതിൽ സെലക്ട് സെറ്റാക്കി കൊടുക്കുക. ഞാൻ ഏകദേശം ഈ ഒരു ഫോണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ അത്യാവശ്യം സൈസിലൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഏകദേശം ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ സ്റ്റൈലും കാര്യങ്ങളും സെറ്റാക്കുക. ഞാനിപ്പോൾ ഒരു സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ലാസ്റ്റിലുള്ള ഒരു സ്റ്റൈല്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്റ്റൈല് നിങ്ങൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് വീഡിയോൻ്റെ അവസാനം വരെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പോർഷനിൽ എത്തിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓവർലേൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അതിനിട്ട് ഒരു ഓവർലേയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് കാണാനായിട്ട് പറ്റും. അതിൽ ഓട്ടോ റിമൂവൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ളതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിന് താഴെ നമുക്ക് ലെയേഴ്സ് എന്ന് കാണാനായിട്ട് പറ്റും. താഴെയുള്ള ഒരു ലെയേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതേപോലെയുള്ളതിൽ ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അത് നമ്മളൊരു വീഡിയോ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ഒന്നുപാടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ ആനിമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആനിമേഷൻസിൽ ഇന്നിൽ പോയതിനു ശേഷം ഇതിൽ അത്യാവശ്യം സെറ്റായിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിലേതെങ്കിലും ഇതിലേക്ക് ചേരുന്നുണ്ട് എന്ന് ഉറപ്പുള്ളത് മാത്രം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒരു വേറെ ലുക്കിലേക്ക് മാറുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് വീഡിയോ. ഞാൻ ആനിമേഷനും ചെയ്തിട്ടില്ല. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.